എല്ലാവർക്കും നമസ്കാരം. എഡ്യൂപ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 കഴിഞ്ഞ ശേഷം നഴ്സിംഗ് മേഖലയിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ 3 വർഷം കൊണ്ട് പഠിക്കാൻ കഴിയുന്ന ഒന്നാണ് GNM എന്നറിയപ്പെടുന്ന ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ GNM അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതായത് GNM കോഴ്സിന് അപേക്ഷ എവിടെ, എങ്ങനെ സമർപ്പിക്കാം, കോഴ്സ് ഫീസ് എത്രയാണ്, ഫീസില്ലാതെ ഫ്രീ ആയി സ്റ്റൈഫൻഡോടെ പഠിക്കാൻ സാധിക്കുന്ന GNM കോളേജുകൾ, എന്തൊക്കെ രേഖകൾ വേണം തുടങ്ങിയ GNM അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായി വിശദീകരിക്കാം. ആദ്യമായി GNM കോഴ്സ് എന്താണ് എന്ന് നോക്കാം. GNM അഥവാ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്നത് 3 വർഷത്തെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരമുള്ള ഒരു നഴ്സിംഗ് ഡിപ്ലോമ കോഴ്സാണ്. ഈ കോഴ്സ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ, സ്വകാര്യ ആശുപത്രികളിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യാൻ കഴിയുന്നതാണ്. കൂടാതെ വിദേശ രാജ്യങ്ങളിലും ധാരാളം ജോലി അവസരങ്ങൾ ലഭ്യമാണ്. പല വിദ്യാർത്ഥികളും GNM നഴ്സിംഗ് കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് +2 BSc നഴ്സിംഗ് കോഴ്സിന് ആവശ്യമായ മാർക്ക് ലഭിക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിൽ BSc നഴ്സിംഗ് പഠിക്കാനുള്ള ഉയർന്ന ചെലവ് വഹിക്കാൻ കഴിയാത്തത് കൊണ്ടോ ആയിരിക്കും. ഇവിടെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സാധാരണയായി ഉണ്ടാകുന്ന ഒരു സംശയമാണ് കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ അപ്രൂവൽ ഉള്ള GNM കോഴ്സ് വിദേശ രാജ്യങ്ങളിൽ അംഗീകരിക്കപ്പെടുമോ എന്നത്. ഇതിന് ഉത്തരം അതെ എന്നതാണ്. UK, അയർലാൻഡ്, ജർമ്മനി, ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും GNM നഴ്സിന് സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ GNM കോഴ്സും BSc നഴ്സിംഗ് കോഴ്സും ഒരുപോലെയല്ല എന്ന കാര്യം മനസ്സിലാക്കണം. GNM ഒരു 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. അതേസമയം BSc നഴ്സിംഗ് ഒരു 4 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്. GNM കോഴ്സിൽ പ്രായോഗിക പരിശീലനത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ BSc നഴ്സിംഗ് കോഴ്സിൽ തിയറിക്കും പ്രാക്ടിക്കൽ പരിശീലനത്തിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. GNM കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ഹയർ എഡ്യൂക്കേഷനിൽ താല്പര്യമുള്ളവർക്ക് 2 വർഷത്തെ പോസ്റ്റ് BSc നഴ്സിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മാത്രമല്ല, ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ പോസ്റ്റ് BSc നഴ്സിംഗ് പാർട്ട് ടൈമായി പഠിക്കാനുള്ള അവസരങ്ങളുമുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിൽ +2 പാസ്സായവർക്കാണ് കേരളത്തിൽ GNM കോഴ്സിൽ പ്രവേശനത്തിന് മുൻഗണന നൽകുന്നത്. എന്നാൽ തമിഴ്നാട്, കർണാടക തുടങ്ങിയ ചില സംസ്ഥാനങ്ങളിൽ സയൻസ് വിഷയങ്ങൾ പഠിക്കാത്ത വിദ്യാർത്ഥികൾക്കും എളുപ്പത്തിൽ GNM പ്രവേശനം നേടാവുന്നതാണ്. എന്നാൽ കേരള സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രകാരം +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കാതെ GNM കോഴ്സ് പാസ്സായവർക്കും ഇപ്പോൾ PSc ഉൾപ്പെടെയുള്ള സർക്കാർ ജോലികളിൽ അപേക്ഷിക്കാനും പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിന് കേരളത്തിൽ അപേക്ഷിക്കാനും സാധിക്കുന്നതാണ്. അതിനാൽ +2 BSc നഴ്സിംഗ് പ്രവേശനത്തിന് ആവശ്യമായ ഉയർന്ന മാർക്ക് ലഭിക്കാത്തവർക്കും സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിൽ പഠിക്കാനുള്ള സാമ്പത്തിക സാഹചര്യമില്ലാത്തവർക്കും GNM നഴ്സിംഗ് കോഴ്സ് ഒരു മികച്ച ഓപ്ഷനാണ്. മാത്രമല്ല, GNM പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് പഠിക്കാനുള്ള അവസരമുള്ളതിനാൽ കരിയറിന്റെ ഏത് ഘട്ടത്തിലും BSc നഴ്സിംഗിന് തുല്യമായ പോസ്റ്റ് BSc നഴ്സിംഗ് യോഗ്യത നേടാൻ സാധിക്കുന്നതുമാണ്. ഇനി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിലെ GNM കോഴ്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടി അറിയാം. കേരളത്തിലെ സർക്കാർ നഴ്സിംഗ് സ്കൂളുകളിൽ GNM കോഴ്സിന് ആൺകുട്ടികൾക്ക് 20% റിസർവേഷൻ നിലവിലുണ്ട്. കൂടാതെ ജില്ലാ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ GNM സ്കൂളുകളിൽ സാധാരണയായി ട്യൂഷൻ ഫീസ് ഇല്ല. മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻഡ് ലഭിക്കുന്നതാണ്. കേരളത്തിലെ ഏകദേശം 18 സർക്കാർ സ്ഥാപനങ്ങളിൽ GNM കോഴ്സ് നടത്തുന്നുണ്ട്. എന്നാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് എന്നീ 3 മെഡിക്കൽ കോളേജുകളിലായി GNM സീറ്റുകൾ പൂർണ്ണമായും SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്കായി സംവരണം ചെയ്തിരിക്കുന്നതാണ്. മാത്രമല്ല, ഇവിടെ ട്യൂഷൻ ഫീസ് ഇല്ല എന്ന് മാത്രമല്ല, സ്റ്റൈഫൻഡ് ലഭിക്കുന്നതുമാണ്. GNM കോഴ്സിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപേ കൂട്ടി തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെന്റ്സ് ഇവയാണ്: പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, +2 മാർക്ക് ലിസ്റ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനുള്ള രേഖ, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, SC/ST, OEC തുടങ്ങിയ റിസർവ്ഡ് വിഭാഗത്തിൽ പെടുന്ന ആണെങ്കിൽ മാത്രം ഈ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതിയാകും. ഒരു കാര്യം ഓർക്കേണ്ടത്, രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ IDയും പിന്നീട് മാറ്റാൻ സാധിക്കില്ല എന്നതാണ്. അതുകൊണ്ട് മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി GNM കോഴ്സിനുള്ള അപേക്ഷ എവിടെയാണ് നൽകേണ്ടത് എന്നറിയാം. കേരളത്തിൽ GNM നഴ്സിംഗ് കോഴ്സിന് അഡ്മിഷന് അപ്ലൈ ചെയ്യേണ്ടത് LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ LBS വെബ്സൈറ്റിൽ പ്രവേശിച്ച് ആദ്യം ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ടൈം യൂസേഴ്സ് ക്ലിക്ക് ചെയ്യുക എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ രജിസ്ട്രേഷൻ പേജ് ഓപ്പൺ ആകുന്നതാണ്. പേജിൽ ന്യൂ രജിസ്ട്രേഷൻ ക്ലോസ്ഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അതിനർത്ഥം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ പേജ് ഓപ്പൺ ആയാൽ പേര്, ജനനത്തീയതി, കാറ്റഗറി, അതായത് SC/ST, OBC, ജനറൽ തുടങ്ങിയ ഏത് കാറ്റഗറിയാണ് എന്ന് നൽകണം. അടുത്ത ഘട്ടം ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കുകയാണ്.
അപേക്ഷ ഫീസ് ജനറൽ കാറ്റഗറിയിൽ പെടുന്നവർക്ക് 400 രൂപയും SC/ST അപേക്ഷകർക്ക് 200 രൂപയുമാണ്. അപേക്ഷ ഫീസ് ഓൺലൈനായോ ബാങ്ക് മുഖേനയോ അടയ്ക്കാവുന്നതാണ്. ഫീസ് അടച്ച ശേഷം ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ ID, പാസ്വേഡ് ഇവ സുരക്ഷിതമായി സൂക്ഷിക്കാൻ മറക്കരുത്. കാരണം ഇവ ഉപയോഗിച്ചാണ് പിന്നീട് LBS വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടത്. അടുത്ത ഘട്ടം ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന പ്രക്രിയയാണ്. അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഫോട്ടോ, സിഗ്നേച്ചർ, മാർക്ക് ലിസ്റ്റ് തുടങ്ങിയവയാണ്. അപേക്ഷയിൽ നൽകിയ വിവരങ്ങൾ തെളിയിക്കുന്ന എല്ലാ രേഖകളും വ്യക്തമായി അപ്ലോഡ് ചെയ്യണം. തുടർന്ന് എല്ലാ വിവരങ്ങളും പരിശോധിച്ച ശേഷം ഫൈനൽ കൺഫർമേഷൻ നൽകണം. ഫൈനൽ കൺഫർമേഷൻ നൽകി കഴിഞ്ഞാൽ പിന്നീട് വിവരങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും 2 തവണ പരിശോധിച്ച ശേഷം മാത്രം കൺഫർമേഷൻ നൽകുക. ഇനി GNM റാങ്ക് ലിസ്റ്റിന്റെയും അലോട്ട്മെന്റ് പ്രോസസ്സും എങ്ങനെയാണെന്ന് നോക്കാം. GNM അഡ്മിഷൻ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമാണ് കോളേജ് ഓപ്ഷൻ നൽകേണ്ടത്. അതായത് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് കോളേജ് ഓപ്ഷൻ നൽകേണ്ടതില്ല. അപേക്ഷ നിരസിക്കപ്പെടാൻ സാധ്യതയുള്ള ചില കാരണങ്ങൾ കൂടി പറയാം. ഏറ്റവും പ്രധാനമായത് ആവശ്യമായ എല്ലാ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യാതിരിക്കുക എന്നതാണ്. അതായത് +2 മാർക്ക് ലിസ്റ്റ്, നേറ്റിവിറ്റി തെളിയിക്കുന്ന രേഖ, SC/ST സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ. അതുകൊണ്ട് ഫൈനൽ സബ്മിഷന് മുൻപ് ആവശ്യമായ എല്ലാ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി നോക്കി ഉറപ്പുവരുത്താൻ മറക്കരുത്. അവസാനമായി പറഞ്ഞാൽ GNM കോഴ്സിന് അപേക്ഷിക്കേണ്ടത് LBS സെന്റർ വെബ്സൈറ്റിലൂടെയാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ, ഫീസ് അടയ്ക്കൽ, രേഖകൾ അപ്ലോഡ് ചെയ്യൽ, റാങ്ക് ലിസ്റ്റ് എല്ലാം LBS പോർട്ടലിലൂടെയാണ് നടക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിൽ +2 പാസ്സായവർക്കാണ് GNM അഡ്മിഷനിൽ മുൻഗണന ലഭിക്കുന്നത്. എന്നാൽ ചുരുക്കം ചില പ്രൈവറ്റ് കോളേജുകൾ ഹ്യൂമാനിറ്റീസ്, സയൻസ് വിദ്യാർത്ഥികളെയും പരിഗണിക്കാറുണ്ട്. GNM കോഴ്സ്, ANM കോഴ്സ്, പോസ്റ്റ് BSc നഴ്സിംഗ് കോഴ്സ്, BSc നഴ്സിംഗ്, DMLT, മറ്റു പാരാമെഡിക്കൽ കോഴ്സുകൾ, TTC, ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് എന്നിവയുടെ അഡ്മിഷൻ അപ്ഡേറ്റുകൾ സ്ഥിരമായി അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.